മലയാളിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇവിടെ വലതുപക്ഷത്തെ താങ്ങാൻ നല്ല പത്രം മാധ്യമങ്ങളെ ഏതാണ്ട് 90% അവരുടെ കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ ജാതി, അതായത് വർഗീയത ശരിക്കും ഇതിലെല്ലാം അടങ്ങുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗും പിന്നെ BJP ഒക്കെ നല്ല സ്ട്രോങ് ആയ അടിത്തറയുള്ളവരാണ്. അവർക്കൊക്കെ നല്ല ഒരു നേതൃത്വമുണ്ട്. നേതൃത്വമില്ല, അവർക്ക് നല്ല ഒരു ഒരുമയാണ്. പക്ഷേ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അവർക്കും പട്ടികജാതിക്കാർക്കൊന്നും അങ്ങനെ ഒരു നല്ല ഒരു ഐക്യമൊന്നുമില്ല. അപ്പൊ അവരൊക്കെ ചിതറിക്കിടക്കുക. ഈ ചിതറിക്കിടക്കുന്നത് കൊണ്ട് ഈ വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതൽ അവർക്ക് അനുകൂലമാകുന്നത് ഈ BJPയുടെ വോട്ടും മുസ്ലിങ്ങളുടെ വോട്ടും ഈ വലതുപക്ഷത്തിനാണ് അനുകൂലമായത്. കാരണം അവരൊക്കെ എന്നാ പറഞ്ഞാലും കുറെ ആൾക്കാര് അവരുടെ ആൾക്കാർക്ക് അവർക്ക് ഒരു അതുപോലെ തന്നെ ഈ മതമേലാധ്യക്ഷന്മാര് കൂടുതലും UDFിനാണ് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ UDFിന് കാര്യം പറഞ്ഞാൽ അധികം കഷ്ടപ്പെടേണ്ട വരുന്നില്ല. കാരണം അവർക്ക് വർക്ക് ചെയ്യാൻ വർഗീയവാദികൾ ഇഷ്ടം പോലുണ്ട്, പത്രങ്ങളുണ്ട്, പിന്നെ മതമേലാധ്യക്ഷന്മാരുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട അവരുടെ ആൾക്കാര് ഇവരുടെ മുകളിൽ ഇരിക്കുന്നവര് അവർക്കാണ് സപ്പോർട്ട്. അതായത് UDFിന് വേണ്ടി വർക്ക് ചെയ്യും. ഇടതുപക്ഷത്തിന് വേണ്ടി അത്രയും വർക്ക് ചെയ്യാൻ ആളില്ല. അതിന് സാധാരണക്കാരാണ്. അവരുടെ ഈ സാധാരണക്കാരന് ഒന്നാമതെ അവന്റെ ശബ്ദം എല്ലായിടത്തും എത്തില്ല. അങ്ങനെയൊക്കെ വന്ന ഘടകങ്ങളാണ്. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും സത്യത്തിൽ കാണുന്നില്ല. കാരണം ഭയങ്കര പുരോഗതി തന്നെയാണ് ഉണ്ടായത്. ഇത്രയും ഒരു 10 വർഷത്തിനുള്ള ഒരു പുരോഗതി ഇത് എന്നും പിണറായി വിജയന്റെ ഭരണം ഓർമ്മിക്കും, ഒരു സംശയം വേണ്ട, അത് ഓർമ്മിക്കും.